സോ ഇവിടെ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് സിമ്പതോലൈറ്റിക് ഡ്രഗ്സിനെ കുറിച്ചാണ്. അപ്പോൾ ബിഫോർ ഗോയിങ് ടു ദാറ്റ് വി ഷുഡ് നോ അബൌട്ട് വിച്ച് ആർ ദ ഡ്രഗ്സ് വിച്ച് ആക്ട് ഓൺ ദ പോസ്റ്റ് ഗാംഗ്ലിയോണിക് നെർവ് എൻഡിങ്സ്. പോസ്റ്റ് ഗാംഗ്ലിയോണിക് നെർവ് എൻഡിങ്ങിൽ ഏതൊക്കെ ഡ്രഗ്സാണ് ആക്ട് ചെയ്യുന്നത് ആൻഡ് ഹൗ ഇറ്റ് ഈസ് സിമ്പതോലൈറ്റിക് ഇൻ ആക്ഷൻ, അതായത് റിഡക്ഷൻ ഇൻ ദ ആക്ഷൻ ഓഫ് സിമ്പത്തറ്റിക് ആക്ടിവിറ്റി അല്ലെ, സിമ്പത്തറ്റിക് ആക്ടിവിറ്റിയുടെ റെഡ്യൂസ് ചെയ്യുക, അതായത് നോറെപ്പിനെഫ്രിൻ്റെ റിലീസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗ്സുകൾ വിച്ച് ആർ ആക്ടിങ് ഓൺ ദ പോസ്റ്റ് ഗാംഗ്ലിയോണിക് നെർവ് എൻഡിങ്. ഓക്കെ, ആ ഡ്രഗ്സിനെ കുറിച്ചൊന്ന് നമുക്ക് നോക്കാം. അപ്പം ഈ ഒരു ക്ലാസിഫിക്കേഷൻ, അതായത് ഈ പറയുന്ന ഡ്രഗ്സ് നിങ്ങൾക്ക് ക്ലാസിഫിക്കേഷനിൽ കാണാൻ കഴിയത്തില്ല. ഇത് ഒരു ഡയറക്റ്റ്ലി ആക്ട് അങ്ങനെ ഒന്നും വരുന്നതല്ല. ഇത് പോസ്റ്റ് ഗാംഗ്ലിയോണിക് നെർവ് എൻഡിങ്ങിൽ ആക്ട് ചെയ്യുന്ന ഡ്രഗ്സാണ്. ഇത് മോസ്റ്റ്ലി ഹൈപ്പർ ടെൻഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗ്സുമായിരിക്കും ഇവിടെ ആക്ട് ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം ഹൗ ദീസ് ഡ്രഗ്സ് ആർ ഗോയിങ് ടു ആക്ട് ഇൻ ദ പോസ്റ്റ് ഗാംഗ്ലിയോണിക് നെർവ് എൻഡിങ് ഓഫ് അഡ്രിനർജിക് റിസപ്റ്റർ. അഡ്രിനർജിക് റിസപ്റ്ററിൻ്റെ പോസ്റ്റ് ഗാംഗ്ലിയോണിക് നെർവ് എൻഡിങ്ങിൽ ആക്ട് ചെയ്യുന്ന ഡ്രഗ്സ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മീഥൈൽ ടൈറോസിൻ ആണ്. ഞാൻ ആ മാർക്ക് ചെയ്തേക്കുന്നതുണ്ടോ, മീഥൈൽ ടൈറോസിൻ. സോ അതാണ് ഫസ്റ്റ് ഡ്രഗ്. ഇറ്റ് എൻ്റർ ഇൻ ദ സെയിം പാത്വേ ഓഫ് ടൈറോസിൻ. ടൈറോസിൻ എൻ്റർ ചെയ്യുന്ന അതേ പാത്വേ വഴി തന്നെയായിരിക്കും മീഥൈൽ ടൈറോസിനും എൻ്റർ ചെയ്യുന്നത്. കാരണം അതിൻ്റെ സ്ട്രക്ചർ ആൾമോസ്റ്റ് സെയിം ആണ്. ടൈറോസിൻ്റെയും മീഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുന്നേ ഉള്ളൂ. സോ ഇറ്റ് വാസ് അപ്ടേക്ക് ബൈ ദ ടൈറോസിൻ അപ്ടേക്ക്. ആ ട്രാൻസ്പോർട്ട് മെക്കാനിസം വഴി സെയിം ഈ മീഥൈൽ ടൈറോസിനും നമ്മളുടെ നെർവ് എൻഡിങ്ങിനകത്ത് എൻ്റർ ചെയ്യും. സോ വെയർ ഇറ്റ്സ് ഗോയിങ് ടു ആക്ട് ഈസ് ഇറ്റ് ഇൻഹിബിറ്റ് ദ ആക്ഷൻ ഓഫ് ടൈറോസിൻ ഹൈഡ്രോക്സിലേസ്. ടൈറോസിൻ ഹൈഡ്രോക്സിലേസ് എന്നുള്ള എൻസൈം ആയിരുന്നു ടൈറോസിനെ എന്തായിട്ട് മാറ്റിയിരുന്നത്, ഡോപ്പ ആക്കി മാറ്റിയിരുന്നത്. സോ ഇറ്റ് ആക്ട്സ് ഓൺ ടൈറോക്സിൻ ഹൈഡ്രോക്സിലേസ് ആൻഡ് ഇൻഹിബിറ്റ് ഇറ്റ്സ് ആക്ഷൻ. ടൈറോസിൻ ഹൈഡ്രോക്സിലേസിൻ്റെ ആക്ഷനെ ഇൻഹിബിറ്റ് ചെയ്യും. സോ എന്ത് സംഭവിക്കും, ടൈറോസിൻ എൻ്റർ ചെയ്യും, ബട്ട് ഇറ്റ് വോണ്ട് കൺവേർട്ടഡ് ടു ഡോപ്പ ആയിട്ട് കൺവേർട്ട് ചെയ്യില്ല. അതുവഴി എന്ത് സംഭവിക്കും, there won't be any ഡോപ്പമിൻ ഇല്ലാത്തതുകൊണ്ട് എന്ത് സംഭവിക്കും, നോറെപ്പിനെഫ്രിൻ റിലീസ് ആവില്ല. ഓക്കെ, സോ ദാറ്റ് വാസ് എ ഫസ്റ്റ് ഡ്രഗ്, മീഥൈൽ ടൈറോസിൻ. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് എക്സാക്ട്ലി ദ സ്ട്രക്ചറൽ അനലോഗ് ഓഫ് ടൈറോസിൻ. നോർമൽ കാറ്റക്കോളമൈൻ ആണ്. ഓക്കെ, സിമ്പതോലൈറ്റിക് ആക്ടിവിറ്റി ഡിക്രീസ് ചെയ്യും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് മീഥൈൽ ടൈറോസിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. ഇതിൻ്റെ സൈഡ് എഫക്ട്സ് എന്ന് പറയുമ്പം നമ്മൾ ഓഫ്കോഴ്സ് നമ്മുടെ നോറെപ്പിനെഫ്രിൻ അല്ലെങ്കിൽ ഡോപ്പമിൻ്റെ ഒക്കെ സെക്രീഷൻസ് കുറയുവാണെങ്കിൽ തീർച്ചയായിട്ടും ആ പേഷ്യൻസിന് ഉണ്ടാവും ഡിപ്രഷൻ ഉണ്ടാകും. ഡിപ്രഷൻ ഈസ് വൺ ഓഫ് ദ സൈഡ് എഫക്ട്സ് ഓഫ് ദീസ് മീഥൈൽ ടൈറോസിൻ. അടുത്ത ഡ്രഗ് എന്ന് പറയുന്നത് ഡോപ്പമിൻ ട്രാൻസ്പോർട്ട് ഇൻഹിബിറ്റർ ആണ്, റിസർപൈൻ. കണ്ടോ, റിസർപൈൻ ഞാൻ രണ്ടാമത്തെ ഒരെണ്ണം റൗണ്ട് ചെയ്തേക്കുന്ന റിസർപൈൻ എന്നുള്ള ഡ്രഗ്. സോ ഇറ്റ് ഈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡോപ്പമിൻ ട്രാൻസ്പോർട്ട് ഇൻഹിബിറ്റർ, അല്ലെങ്കിൽ നമ്മൾ വെസിക്കുലാർ റീഅപ്ടേക്ക് ഇൻഹിബിറ്റർ, അങ്ങനെയൊക്കെ നമുക്ക് പറയാം. വെസിക്കുലാർ ട്രാൻസ്പോർട്ട് ഇൻഹിബിറ്റർ, റീഅപ്ടേക്ക് അല്ല, വെസിക്കുലാർ ട്രാൻസ്പോർട്ട് ഇൻഹിബിറ്റർ. ആ വെസിക്കിളിനകത്തോട്ട് ട്രാൻസ്പോർട്ട്, ആ വെസിക്കിളില്ലേ, ആ ഒരു ഡോപ്പമിൻ സ്റ്റോർ ചെയ്തേക്കുന്ന ആ മെംബ്രെയിൻ ബൗണ്ട് വെസിക്കിൾ, അതിനകത്ത് ട്രാൻസ്പോർട്ടില്ല, ഡോപ്പമിനെ ഒരു ട്രാൻസ്പോർട്ടർ വഴിയാണ് അകത്തോട്ട് എൻ്റർ ചെയ്യിക്കുന്നത്, ആ വെസിക്കിളിനകത്തോട്ട് എൻ്റർ ചെയ്യിക്കുന്നത്. ആ ട്രാൻസ്പോർട്ടറിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗ്. സോ ഇറ്റ് ഈസ് കാൾഡ് റിസർപൈൻ. ഏതാണ് ആ ഡ്രഗിൻ്റെ പേര്, റിസർപൈൻ. ഓക്കെ, സോ ദീസ് ട്രാൻസ്പോർട്ടർ വാട്ട് ദേ വിൽ ഡു, ദേ ഇൻഹിബിറ്റ് ദ ട്രാൻസ്പോർട്ടർ ഓഫ് ഡോപ്പമിൻ. ഡോപ്പമിൻ്റെ ട്രാൻസ്പോർട്ടറിനെ അങ്ങ് ഇൻഹിബിറ്റ് ചെയ്യും. So initially this drug was used for anti-hypertensive drug ആയിട്ടായിരുന്നു റിസർപൈൻ യൂസ് ചെയ്യുന്നത്. ബട്ട് റെഡ്യൂസിങ് ദ അഡ്രിനർജിക് ആക്ടിവിറ്റി ഇൻ ദ ബോഡി, ലേറ്റർ ദേ സ്റ്റോപ്പ് പ്രിസ്ക്രൈബിങ് ദിസ് ഡ്രഗ് ബിക്കോസ് എ പേഷ്യൻറ്റ് കമ്മിറ്റഡ് സൂയിസൈഡ് ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഡ്രഗ് ലേറ്റർ ഓൺ അത് നിർത്തലാക്കി, ആൻറ്റി ഹൈപ്പർടെൻസീവ് ഡ്രഗായിട്ട് കൊടുക്കാറില്ല. സോ what will happen when dopamine transporter is inhibited? So when dopamine transporter is inhibited, there won't be any uptake of dopamine into vesicle, and also there won't be any reuptake of norepinephrine also. അല്ല, ഇപ്പം ഡോപ്പമിനെ അവിടുന്ന് എടുക്കുന്നില്ല, അതേസമയം എന്തെങ്കിലും നോറെപ്പിനെഫ്രിൻ റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ റീഅപ്ടേക്ക് ചെയ്ത് വെസിക്കിളിനകത്തോട്ടും എടുക്കില്ല. ഓക്കെ, സോ റീഅപ്ടേക്ക് മെക്കാനിസം ഇൻഹിബിറ്റഡ് ആകും. സോ once the action potential comes, vesicle fuse with the nerve ending, but there won't be any norepinephrine to release.
അല്ലേ? അപ്പം ആക്ഷൻ പൊട്ടൻഷ്യൽ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഡോപ്പമിൻ ചെന്ന് നെർവ് എൻഡിങ് മെമ്പറിനുമായിട്ട് ഫ്യൂസ് ചെയ്യും. പക്ഷേ അവിടെ റിലീസ് ചെയ്യാൻ എന്തുണ്ടാവത്തില്ല? ഒന്നും ഉണ്ടാവില്ല അല്ലേ? ആ ഡോപ്പമിൻ അതിനകത്ത് സ്റ്റോർ ചെയ്യാത്തതുകൊണ്ട് ദർ വോണ്ട് ബി നത്തിങ് ടു റിലീസ് ഇൻ ടു ദി സിനാപ്സ് ഏരിയ. സോ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കായിട്ട് BP റെഡ്യൂസ് ആകും. ദർ വിൽ ബി ദ ഡിക്രീസ് ഇൻ ബ്ലഡ് പ്രഷർ റെഡ്യൂസ് ആവും. ബട്ട് ഇൻ CNS നമ്മൾ കാർഡിയോവസ്കുലർ സിസ്റ്റത്തിനകത്താണെങ്കിൽ ബ്ലഡ് പ്രഷർ ലോ ആവും. അതായത് കാരണം BP റെഡ്യൂസ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻ CNS dopaminergic activity, adrenergic activity, noradrenergic activity went down. So went eventually to the depression. അപ്പം dopaminergic ആക്ടിവിറ്റിയും എല്ലാ ആക്ടിവിറ്റിയും ഡൗൺ ആവുകയാണ് ചെയ്യുന്നത്. സോ ഇറ്റ് വിൽ കോസ് ടു സിവിയർ ഡിപ്രഷന് കാരണമാകും റിസർപൈൻ. അപ്പോൾ ഇത്രയാണ് റിസർപൈൻ്റെ കാര്യത്തിലുള്ളത്. ഇനി അടുത്ത് നോക്കാം. അടുത്ത ഡ്രഗ്, നെക്സ്റ്റ് ഡ്രഗ് എന്ന് പറഞ്ഞാൽ ഗ്വാനഡ്രൈൽ, ഗാനിത്തിഡിൻ അല്ലെങ്കിൽ ബ്രെറ്റ്ലിയം എന്ന് പറഞ്ഞ ഡ്രഗാണ്. സോ വാട്ട്സ് ദ മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് ദിസ് ഡ്രഗ് ഈസ് ഇറ്റ് വോണ്ട് അലൗ ദ മെംബ്രെയിൻ ബൗണ്ട് വെസിക്കിൾ ടു ഫ്യൂസ് വിത്ത് ദ മെംബ്രെയിൻ ഓഫ് നെർവ് എൻഡിങ്ങിൻ്റെ മെംബ്രെയിനുമായിട്ട് ഫ്യൂസ് ചെയ്യാൻ ഈ ഡ്രഗ്സ് സമ്മതിക്കത്തില്ല. അതായത് ഡോപ്പമിൻ അല്ലെങ്കിൽ നോറെപ്പിനെഫ്രിൻ അല്ലെങ്കിൽ നോറഡ്രിനാലിനുള്ള ആ വെസിക്കിള് നെർവ് എൻഡിങ്ങുമായിട്ട് ഫ്യൂസ് ചെയ്യാൻ സമ്മതിക്കാത്ത ഡ്രഗ്സാണ് ഇത് ഗ്വാനത്തിഡിൻ, ഗ്വാനഡ്രൈൽ, ബ്രെറ്റ്ലിയം എന്ന് പറയുന്ന ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദെർബൈ ആക്ടിങ് ആസ് സിമ്പത്തോലൈറ്റിക് ഡ്രഗ്സ്. ഇറ്റ് വോണ്ട് അലൗ ടു റിലീസ് ദ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഇൻ ടു ദ നെർവ് എൻഡിങ്ങിലോട്ട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ റിലീസിനെ അത് അലൗ ചെയ്യുന്നില്ല. നെക്സ്റ്റ് എന്ന് പറയുന്നത് ആൽഫാമീഥൈൽ ഡോപ്പയാണ്. സോ ആൽഫാമീഥൈൽ ഡോപ്പ അഗെയിൻ ആൻറ്റി ഹൈപ്പർടെൻസീവ് ഡ്രഗാണ്. ഇറ്റ്സ് ഓൺലി ഗിവിങ് ഫോർ പ്രഗ്നൻറ്റ് ലേഡീസിന് നമ്മൾ ഹൈപ്പർടെൻസീവ് ആയിട്ടുള്ളൊരു പ്രഗ്നൻറ്റ് ലേഡി ആണ് വരുന്നതെങ്കിൽ ദ ഡ്രഗ് ഓഫ് ചോയ്സ് ഈസ് മീഥൈൽ ഡോപ്പ. ഓക്കെ, അല്ലെങ്കിൽ ക്ലോണിഡിൻ. ഈ രണ്ട് ഡ്രഗാണ് നമ്മൾ ഹൈപ്പർടെൻസീവ് ആയിട്ടുള്ള പ്രഗ്നൻറ്റ് ലേഡീസിന് കൊടുക്കുന്നത്. സോ ജസ്റ്റ് പറഞ്ഞത് ഇവിടെ ആൽഫാമീഥൈൽ ഡോപ്പ എന്ന് പറയുന്നത് ഒരു we can say it as a pseudo ന്യൂറോ ട്രാൻസ്മിറ്റർ അല്ലെങ്കിൽ ഒരു ഫേക്ക് ന്യൂറോ ട്രാൻസ്മിറ്റർ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന ഒരു കാര്യമാണ്. കാരണം അതെല്ലാവരെയും ഫൂൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് മിമിക്കിംഗ് ദ ആക്ടിവിറ്റി ഓഫ് സിമ്പത്തോമൈമെറ്റിക്കിൻ്റെ ആക്ട് മിമിക് ചെയ്യും. പക്ഷേ അത് സിമ്പത്തോമൈമെറ്റിക് അല്ല, സിമ്പത്തോലൈറ്റിക്കാണ്. ഞാൻ അതാണെന്ന് ഇങ്ങനെ ഫേക്ക് ചെയ്യത്തില്ല. ഞാൻ സിമ്പത്തോമൈമെറ്റിക്കാണ്, പക്ഷേ എൻ്റെ യഥാർത്ഥ ആക്ഷൻ സിമ്പത്തോലൈറ്റിക്കാണ്. സപ്പോസ് ഇപ്പം നമ്മൾ അഭിഷേക് ഒരു സുന്ദരിയായ പെണ്ണിനെ കല്യാണം കഴിച്ചു. പിന്നെയാണ് മനസ്സിലായത് അത് സുന്ദരിയായ പെണ്ണല്ല എന്നുള്ളത്. പിന്നെയാണ് അവന് മനസ്സിലായത്. അതേ കാര്യമാണ് ഇവിടെയും വരുന്നത്. ഇപ്പോൾ ആൽഫാമീഥൈൽ ഡോപ്പ സെയിം നമ്മൾ ന്യൂറോ ട്രാൻസ്പോർട്ടർ മെക്കാനിസം വഴി ഉള്ളിൽ കയറും. നെർവ് എൻഡിങ്സിനകത്ത് എൻ്റർ ചെയ്യും. വിത്ത് സെയിം ന്യൂറോ ട്രാൻസ്പോർട്ടർ മെക്കാനിസം ആസ് ടൈറോസിൻ ഈസ് എൻ്റർ ഇൻ ടു ദ നെർവ് എൻഡിങ്. അതുവഴി തന്നെ മീഥൈൽ ഡോപ്പയും എൻ്റർ ആകും. വെയർ ഡോപ്പ ഡീകാർബോക്സിലേസ് ഇൻസ്റ്റെഡ് ഓഫ് ഡോപ്പ, ഇവിടെ ആൽഫ മീഥൈൽ ഡോപ്പയിലായിരിക്കും ഡോപ്പ ഡീകാർബോക്സിലേറ്റ് ആക്ട് ചെയ്യുന്നത്. ആൻഡ് ഡോപ്പമിന് വരെ ഇവിടെ കിട്ടുന്നത് നമുക്ക് ആൽഫ മീഥൈൽ ഡോപ്പമിൻ കിട്ടും. എഗെയിൻ ഇറ്റ്സ് ചീറ്റിംഗ് അതല്ലെങ്കിൽ ഫേക്ക് ചെയ്യുക. എവിടെ ഇത് ചെയ്യുന്നത്? ആ മെംബ്രെയിൻ ട്രാൻസ്പോർട്ടർ, വെസിക്കിൾ ട്രാൻസ്പോർട്ടർ അല്ലേ, അവിടെ അതിനെയും കബളിപ്പിച്ച് ഇറ്റ് എൻ്റർ ഇൻ ടു ദി വെസിക്കിൾ, മെംബ്രെയിൻ വെസിക്കിളിനകത്ത് ഇറ്റ് എൻ്റർ ഇൻ ടു ദി മെംബ്രെയിൻ വെസിക്കിൾ. സോ വൺസ് ദ ആക്ഷൻ പൊട്ടൻഷ്യൽ കെയിം അല്ലെങ്കിൽ ഒരു നെർവ് ഇമ്പൾസ് വരുവാണെങ്കിൽ വാട്ട് വിൽ ബി റിലീസിങ് ടു ദി നെർവ് എൻഡിങ് എന്തായിരിക്കും റിലീസ് ചെയ്യുന്നത്? സെയിം ഡോപ്പമിൻ വിൽ ഫ്യൂസ് ടു മെംബ്രെയിൻ, നെർവ് എൻഡിങ് മെംബ്രെയിൻ ഫ്യൂസ് ചെയ്യും. ബട്ട് റിലീസ് ചെയ്യുന്നത് എന്തായിരിക്കും? ആൽഫ മീഥൈൽ നോറെപ്പിനെഫ്രിൻ ആയിരിക്കും റിലീസ് ചെയ്യുന്നത്. ഓക്കെ, സോ വെൻ ആൽഫ മീഥൈൽ നോറെപ്പിനെഫ്രിൻ ഈസ് റിലീസിങ്, അത് റിലീസ് ചെയ്താൽ എന്താ സംഭവിക്കുന്നത്? ഇറ്റ് ബൈൻഡ് ടു ആൽഫ 1 റിസെപ്റ്റർ? നോ, ആൽഫ 1 റിസെപ്റ്ററിൽ അത് ബൈൻഡ് ചെയ്യില്ല. ഇറ്റ് വോണ്ട് ബൈൻഡ് ടു ആൽഫ 1 റിസെപ്റ്റർ, ബട്ട് ഇറ്റ് ബൈൻഡ് ടു ആൽഫ 2 റിസെപ്റ്റർ. ആൽഫ 2 റിസെപ്റ്ററിൽ ബൈൻഡ് ചെയ്യും ആൻഡ് ഇറ്റ് പ്രൊഡ്യൂസ് ഇൻഹിബിറ്ററി ആക്ഷൻ. അതെന്താ ആക്ഷൻ കൊടുക്കുന്നത്? ആൽഫ 2 അഡ്രിനർജിക് റിസെപ്റ്ററിന് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് അറിയാം, ഇറ്റ്
ഇറ്റ് ഈസ് പ്രൊഡ്യൂസിങ് ഇൻഹിബിറ്ററി ആക്ഷൻ. ഇൻഹിബിറ്ററി ആക്ഷനാണ് ത്രൂ നെഗറ്റീവ് ഫീഡ്ബാക്ക് വഴി ഇൻഹിബിറ്ററി ആക്ഷനാണ് ആൽഫ 2 അഡ്രിനർജിക് റിസപ്റ്റേഴ്സിനുള്ളതെന്ന് നിങ്ങൾക്കറിയാം. വിച്ച് സ്റ്റോപ്പ് ദ റിലീസിങ് ഓഫ് നോറെപ്പിനെഫ്രിൻ അല്ലേ. അപ്പം സെയിം ആ ഒരു ഇൻഹിബിറ്ററി ആക്ഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുവഴി എന്ത് സംഭവിക്കും? ആ എപ്പിനെഫ്രിൻ്റെ റിലീസും തടയും. ഓക്കെ, സോ ആ ഒരു ആക്ഷനും ഉണ്ട്. അതുപോലെ തന്നെ ഇറ്റ് വോണ്ട് ബൈൻഡ് ടു ആൽഫ 1 അഡ്രിനർജിക് റിസപ്റ്റർ. അഡ്രിനർജിക് റിസപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്യത്തുമില്ല. അതുവഴി ഇറ്റ് ആക്ട് ആസ് എ സിമ്പതോലൈറ്റിക് ഏജൻറ്റ്. സോ ആൽഫ മീഥൈൽ ഡോപ്പ എന്ന് പറയുന്നത് സിമ്പതോലൈറ്റിക് ഡ്രഗാണ്. ഇറ്റ് ആക്ട് ഓൺ ദി പോസ്റ്റ് ഗാംഗ്ലിയോണിക് നെർവ് എൻഡിങ്ങിലാണ് ഇത് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കുക. സോ ഡ്രഗ്സ് ഏതൊക്കെയാണെന്ന് ഓർത്ത് വെച്ചേക്കുക. മീഥൈൽ ടൈറോസിൻ, റിസർപൈൻ, ഗ്വാനത്തിഡിൻ, ആൽഫ മീഥൈൽ ഡോപ്പ ആൻഡ് വൺ മോർ ഡ്രഗ് ഈസ് കൊക്കെയിൻ. കൊക്കെയിൻ എന്ന് പറയുന്നത് നോറെപ്പിനെഫ്രിൻ്റെ റീ അപ്ടേക്കിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ് കൊക്കെയിൻ. അത് അടുത്ത പിക്ചറിൽ ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, ഓക്കെ, നിങ്ങൾ എക്സാമിനൊക്കെ വരയ്ക്കുവാണെങ്കിൽ ഈ പിക്ചറായിരിക്കും വരയ്ക്കാൻ നല്ലത്. മറ്റേ പിക്ചർ എനിക്ക് നിങ്ങൾക്ക് പഠിപ്പിക്കാനുള്ള സൗകര്യത്തിന് ഇട്ടതാണ്. അപ്പം ഇത് ഒന്ന് ഓർത്ത് നന്നായിട്ട് പഠിച്ചു വെച്ചാൽ നല്ലതായിരിക്കും. കാരണം ഇതിനകത്ത് എല്ലാം പറയുന്നുണ്ട്. നോക്കി, ടൈറോസിൻ ടു ഡോപ്പ കൺവേർട്ട് ചെയ്യുമ്പോൾ ആൽഫ മീഥൈൽ ടൈറോസിൻ വന്നവിടെ ആക്ട് ചെയ്യുന്നു. സോ ദർ വോണ്ട് ബി എനി കൺവേർഷൻ ഓഫ് ഡോപ്പ. അഗെയിൻ ആൽഫ മീഥൈൽ ഡോപ്പ ആക്ട് ചെയ്യുന്നു. ഡോപ്പ ഡീകാർബോക്സിലേസിലാണ് അവിടെ അത് ആക്ട് ചെയ്യും. സോ അഗെയിൻ ദർ വോണ്ട് ബി എനി റിലീസ്. ആൽഫ മീഥൈൽ നോറെപ്പിനെഫ്രിൻ ആയിരിക്കും റിലീസിനല്ല, നോറഡ്രിനാലിൻ റിലീസ് ചെയ്യും. അടുത്തതെന്ന് പറയുന്നത് ഗ്വാനത്തിഡിൻ ആണ്. ഗ്വാനത്തിഡിൻ അല്ലെങ്കിൽ ഏതായിരുന്നു ബ്രെറ്റ്ലിയം ഗ്വാനിഡിൻ എന്ന് പറഞ്ഞ ഡ്രഗാണ്. സോ അഗെയിൻ ഇറ്റ് വോണ്ട് അലോ ദ ഫ്യൂഷൻ ഓഫ് വെസിക്കിൾ ടു ദി നെർവ് എൻഡിങ് മെംബ്രെയിൻ. അടുത്തതെന്ന് പറഞ്ഞാൽ റിസർപൈൻ്റെ കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല. സോ റിസർപൈൻ്റെ കാര്യം ഓർത്ത് വെച്ചേക്കുക. ആ ഒരു ട്രാൻസ്പോർട്ടർ മെക്കാനിസത്തിലാണ് റിസർപൈൻ ആക്ട് ചെയ്യുന്നത്. അടുത്തതെന്ന് പറയുന്നത് ഇവിടെ കൊക്കെയിനാണ്. സോ അഗെയിൻ കൊക്കെയിൻ ഇറ്റ് വോണ്ട് അലോ ദ റിയപ്ടേക്ക് മെക്കാനിസത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദർ വോണ്ട് ബി എനി റിയപ്ടേക്ക് ഓഫ് നോറഡ്രിനാലിൻ ഇൻ ടു ദി നെർവ് എൻഡിങ്. ഓക്കെ, സോ ഇത്രയാണ് ആ ഒരു ഇതിൽ പറയുന്നത്. ഞാൻ ഇൻഹിബിറ്ററിയുടെ കാര്യം മാത്രമേ ഇതിനകത്ത് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്ക് മറ്റേ ആദ്യം ഞാനൊരു പിക്ചർ ഇട്ട് ആദ്യത്തെ ഒരു മെക്കാനിസം റെപ്രസെൻറ്റേഷൻ ഓഫ് അഡ്രിനർജിക് ന്യൂറോ ട്രാൻസ്മിറ്ററാണ് ഈ കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിനകത്ത് എങ്ങനെ ഡ്രഗ് ഇൻഹിബിറ്റ് ചെയ്യുന്നുള്ള കാര്യമാണ് ഈ പറഞ്ഞേക്കുന്നത്. സോ നമ്മൾ സിമ്പതോലൈറ്റിക് ഡ്രഗ്സ് അല്ലെങ്കിൽ അഡ്രിനോ റിസപ്റ്റർ ആൻറ്റഗോണിസ്റ്റ് അല്ലെങ്കിൽ ആൻറ്റി അഡ്രിനർജിക് ഡ്രഗ്സിൻ്റെ കാര്യമാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ അതങ്ങനെ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ക്ലാസിഫിക്കേഷൻ ഓഫ് അഡ്രിനോ റിസപ്റ്റർ ആൻറ്റഗോണിസ്റ്റ്. അപ്പം ഇതിനകത്ത് ഇവിടെ ഒരു ക്ലാസിഫിക്കേഷൻ, നിങ്ങൾക്ക് ഓരോ ടെക്സ്റ്റിനകത്ത് ഓരോ ക്ലാസിഫിക്കേഷൻ കാണാം. ഏതെങ്കിലും ഒന്ന് നന്നായിട്ട് പഠിച്ചു വെച്ചേക്കുക. ഏതാ സിമ്പിൾ എന്ന് തോന്നുന്നത്, നിങ്ങൾക്ക് പഠിക്കാൻ ഈസി അല്ലെങ്കിൽ ഇത് കൊള്ളാം എന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പഠിച്ചു വെച്ചേക്കുക. അപ്പം ഇത് നോക്കിക്കുക, ഇത് കുറച്ച് സിമ്പിളായിട്ടുള്ള ഒരെണ്ണമാണ്. കുറച്ച് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ ഓർത്ത് വെക്കുന്നില്ല എന്നുള്ളവർക്ക് ഇത് പഠിക്കാം. സോ ഇത് ബ്രെന്നർ എന്ന് പറഞ്ഞൊരു നല്ല ബുക്കാണ്. ആ ബുക്കിലുള്ള ക്ലാസിഫിക്കേഷനായത്. അപ്പം അതിനകത്ത് ആൽഫ അഡ്രിനോ റിസപ്റ്റർ ആൻറ്റഗോണിസ്റ്റ്, അതിനകത്ത് 2 ടൈപ്സ്, നോൺ സെലക്റ്റീവും സെലക്റ്റീവും. നോൺ സെലക്റ്റീവ് എന്ന് പറയുമ്പം ദർ വോണ്ട് ബി ആൽഫ 1ഉം ആൽഫ 1 എന്നൊക്കെ ഉണ്ടാവും. അപ്പം നോൺ സെലക്റ്റീവ് ആകുമ്പോൾ ഇറ്റ് ആക്ട്സ് ഓൺ ബോത്ത് ആൽഫ ആൻഡ് ആൽഫ 1 രണ്ടിലും ആക്ട് ചെയ്യുന്നതിനെയാണ് നോൺ സെലക്റ്റീവ് എന്ന് പറഞ്ഞത്. സെലക്റ്റീവ് എന്ന് പറയുമ്പം അതിനകത്ത് ആൽഫ 1നകത്ത് മാത്രം ആക്ട് ചെയ്യുന്നതിനെയാണ് സെലക്റ്റീവ് എന്ന് പറഞ്ഞത്. നോൺ സെലക്റ്റീവ് എന്ന് വെച്ചാൽ ഇറ്റ് ആക്ട്സ് ഓൺ ബോത്ത് ആൽഫ ആൻഡ് ആൽഫ 1. ഓക്കെ, അതിനെയാണ് നോൺ സെലക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പം നോൺ സെലക്റ്റീവിനകത്ത് വരുന്നത് ഫിനോക്സിബെൻസമൈൻ, ഫെൻഡോലമൈൻ. ഈ 2 ഡ്രഗ്സാണ് കൂടുതലും നോൺ സെലക്റ്റീവ് ആൽഫ ബ്ലോക്കേഴ്സിനകത്തുള്ളത്. ഫിനോക്സിബെൻസമൈൻ ആൻഡ് ഫെൻഡോലമൈൻ ഓർത്ത് പഠിച്ചു വെച്ചേക്കുക. സെലക്റ്റീവ് ആൽഫ 1 ബ്ലോക്കേഴ്സിനകത്തുള്ളത് ഡോക്സസോസിൻ, ടാംസുലോസിൻ, സിലോഡോസിൻ എന്ന് പറഞ്ഞ ഡ്രഗ്സാണ് സെലക്റ്റീവ് ആൽഫ 1 ബ്ലോക്കർ. അടുത്തത് ബീറ്റ അഡ്രിനോ റിസപ്റ്റർ ആൻറ്റഗോണിസ്റ്റ്. അതിനകത്തുള്ളത് നോൺ സെലക്റ്റീവ് ബീറ്റ ബ്ലോക്കേഴ്സ്, പ്രൊപ്പനലോൾ, ടിമലോൾ, പിൻഡലോൾ, ഇതൊക്കെ ബീറ്റ ബ്ലോക്കേഴ്സ് ആൻറ്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്സാണ് ഇതെല്ലാം. സെലക്റ്റീവ് ബീറ്റ 1 ബ്ലോക്കേഴ്സിനകത്ത് അറ്റനലോൾ, ഇസ്മലോൾ, മെറ്റോപ്രലോൾ. ആൽഫ ആൻഡ് ബീറ്റ അഡ്രിനോ റിസപ്റ്റർ ആൻഡ് ബോത്ത് ആൽഫ ആൻഡ് ബീറ്റ രണ്ടിലും ആക്റ്റീവ് ചെയ്യുന്ന ഡ്രഗ്സ് കാർവിഡിലോൾ ആൻഡ് ലാബറ്റലോൾ. ഇത് ഇറ്റ് വിൽ ആക്ട് ഓൺ ബോത്ത് ആൽഫ ആൻഡ് ബീറ്റ അഡ്രിനോ റിസപ്റ്റർ ആൻറ്റഗോണിസ്റ്റ്. ഇത് ഒരു ക്ലാസിഫിക്കേഷൻ.
അടുത്ത നോക്കിയ sympatholytic or adrenergic antagonist are drugs which act by inhibiting or preventing the response of effector cells to both sympathetic nerve activity or sympathomimetic activity by antagonizing or blocking their action at adrenergic receptor alpha and beta. അല്ലേ, നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നാൽ നമ്മളുടെ ആ ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിൽ ആക്ടിവേറ്റ് ആകുന്ന സെൽസ് അല്ലെങ്കിൽ അതിനെ അവിടെ ആ എൻസൈംസ് റിലീസ് ചെയ്യാതെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗ്സിനെ കുറിച്ചും ആണ് നമ്മൾ ഈ പഠിക്കുന്നത്. അതായത് ഫ്ലൈറ്റ് മോഡിലോട്ട് പോവാതിരിക്കാൻ സഹായിക്കുന്ന ഡ്രഗ്സ്. ഓർക്കുന്നുണ്ടോ, അഭിഷേകിനെ പട്ടി ഓടിക്കുമ്പം അഭിഷേകിൻ്റെ ശരീരത്ത് ഉണ്ടാകുന്ന റെസ്പോൺസിനെ എല്ലാം ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗ്സ്. അപ്പോൾ ഓർത്തോളുക, ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യും, ബ്രീതിങ് ഇൻക്രീസ് ചെയ്യും, മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യും എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പം അവിടെ എല്ലാം ആയിരിക്കും എന്ത് ആക്ട് ചെയ്യുന്നത്, ഈ ഡ്രഗ്സ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ ആ ഒരു ഓർമ്മയിൽ വേണം പഠിക്കാനായിട്ട്. അപ്പം ഇതാണ് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ഞാൻ പറഞ്ഞേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഏതാ എളുപ്പം നോക്കിയിട്ട് നിങ്ങൾ പഠിക്കുക. ഇത് കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു ഡീറ്റെയിൽ ആയിട്ടുണ്ട്. നോക്കിക്കേ, sympatholytic സെയിം ആൽഫ adrenergic receptor antagonist or alpha blockers, ബീറ്റ adrenergic receptor antagonist or ബീറ്റ blockers. അപ്പം ആൽഫ adrenergicനകത്ത് നോൺ സെലക്റ്റീവ് ഉണ്ട്, സെലക്റ്റീവും ഉണ്ട്. നോൺ സെലക്റ്റീവിനകത്ത് ബീറ്റ ഹാലോ ആൽക്കലൈമൈൻസ്, പിന്നെ നാച്ചുറൽ ഡൈഹൈഡ്രോജനേറ്റഡ് എർഗോട്ട് ആൽക്കലോയിഡ്സ്, ഇമിഡസൊലറൈൻസ്. അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾ കെമിസ്ട്രിയിലും ഏകദേശം ഇതുപോലെ ക്ലാസിഫിക്കേഷൻ പഠിക്കുന്നുണ്ടാവും. അപ്പം നിങ്ങൾക്ക് രണ്ടും കൂടെ നോക്കിയിട്ട് ഏതാ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പം എന്ന് വെച്ചാൽ ആ ഒരു ക്ലാസിഫിക്കേഷൻ എന്തായാലും പ്രശ്നമില്ല. ക്ലാസിഫിക്കേഷൻ്റെ കാര്യത്തിൽ അറിഞ്ഞിരുന്നാൽ മതി, ഡ്രഗ്സും അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു ക്ലാസിഫിക്കേഷൻ. അപ്പം ഈ ക്ലാസിഫിക്കേഷൻ ഇത്രയും പഠിക്കുക, ബാക്കി ഞാൻ കുറേശ്ശെ നിങ്ങൾക്ക് തരാം. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാവും. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഇത്രയും പഠിച്ചു വെച്ചേക്കുക ക്ലാസിഫിക്കേഷൻ വരെ.